നമസ്കാരം, എൻ്റെ പേര് മോഹൻ, നെയ്യാറ്റിൻകര സ്വദേശം. ഞാൻ ഈ ഫെസ്റ്റിവലിന് വേണ്ടി ഇപ്രാവശ്യം കുറച്ച് പഴയകാല ക്യാമറയുടെ മിനിയേച്ചർ ചെയ്ത് അത് വരും തലമുറ എന്ന് പറയുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പുതിയ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് അറിയാവുന്നവർക്കും അല്ലാത്തവർക്കുമായിട്ട് ഞാനൊരു ക്യാമറ പറ്റി ഇങ്ങനെ മുമ്പ് പഴയ കാലത്ത് ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് എനിക്ക് ചെയ്തത്. ക്യാമറയെ പറ്റി പറയണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് ആദ്യം കാണുന്ന ഒരു ക്യാമറ മിക്സർ ക്യാമറ എന്ന് പറയും. ഒരു 70-75 വർഷത്തോളം പഴക്കമുണ്ട്. മലയാള സിനിമയിൽ ആദ്യകാല സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് പാനാവിഷൻ എന്ന് പറയും, അതും ഒരു 60 വർഷത്തോളം പഴക്കമുണ്ട്. മൂന്നാമത് ആര്യപ്ലക്സ്, അതും ഇതുപോലെ തന്നെയാണ്, ഒരു 50 വർഷത്തോളം പഴക്കമുണ്ടാവും. നിരവധി പഴയകാല സിനിമകൾക്കെല്ലാം ഇത് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഞാനും സിനിമയിൽ ആർട്ട് വർക്കിലെ കാർപ്പൻ്റർ സെറ്റിലെ കാർപ്പൻ്റർ വർക്കായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനും ഇതെല്ലാം ആ കാലഘട്ടത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, അന്ന് കണ്ടതും ഇന്ന് സിനിമയിൽ ആർട്ട് വർക്ക് സെറ്റ് ഇല്ലാത്തത് കൊണ്ട്, വളരെ കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മിനിയേച്ചർ രൂപത്തിൽ ചെയ്തു വയ്ക്കുന്നു. പിന്നെ ധാരാളം സമിതികൾക്ക് വേണ്ടി ഞാൻ മൊമെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ അയ്യപ്പ തന്നെ ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത പ്രാവശ്യം ഇതേപോലെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കുറച്ചുകൂടി വെറൈറ്റി, കുറേ കൂടി പഴയ കാലത്തിലേക്ക് തിരിഞ്ഞ് അതും ഒന്ന് കൊണ്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മിനിയേച്ചർ ക്യാമറ ചെയ്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മരം പറയുന്നത് തേക്ക് മരം എന്ന് പറയും. ഈ തേക്ക് മരത്തിലാണ് ഇത് ഫുള്ള ചെയ്തിട്ടുള്ളത്. തേക്ക് മരത്തിൽ ചെയ്തതിന് ശേഷം ഒരു ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3-3.5 ദിവസത്തോളം എടുത്തിട്ടുണ്ട് ഒരു ക്യാമറ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഇനാമലും പോളിഷും മിക്സ് ചെയ്താണ് ആ മെറ്റീരിയൽ ഒറിജിനലായിട്ട് കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെ മറ്റെന്തെങ്കിലും കൂടി ഇനി ചെയ്യാം എന്നുള്ളത് ഇത്രയും ചെറിയ സൈസിൽ ചെയ്ത് കൂട്ടാൻ പറ്റുന്നില്ല. അടുത്ത പ്രാവശ്യം ഇതിനെ ഡെവലപ്പ് ചെയ്ത് കുറേ കൂടി വലിയ സൈസിൽ ഒറിജിനാലിറ്റിയാണ് ഞാൻ ചെയ്തുകൊണ്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.